നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പോനാട്രീമിയ എന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. സോഡിയത്തിൻ്റെ അളവ് രക്തത്തിൽ താഴ്ന്നു പോവുക. ഇതിനാണ് ഹൈപ്പോനാട്രീമിയ എന്ന് പറയുന്നത്. ന്യൂറോളജി മാത്രമല്ല, മെഡിസിനിലെ മിക്ക സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാർക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഹൈപ്പോനാട്രീമിയ. എന്താണ് ഈ സോഡിയം എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ബോഡിയുടെ പ്രവർത്തനത്തിന് വേണ്ട പല ലവണങ്ങളുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇങ്ങനെയൊക്കെ. ഈ പറയുന്ന ലവണങ്ങളുടെ അളവ് കുറഞ്ഞാൽ അത് ശരീരത്തിലെ നെർവുകളുടെയും സെല്ലുകളുടെയൊക്കെ നോർമലായ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കും. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലവണമാണ് സോഡിയം. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഉപ്പിൻ്റെ അകത്ത് ഉള്ളത് സോഡിയമാണ്. സോഡിയത്തിൻ്റെ അളവ് താഴ്ന്നു പോവുക എന്ന് പറയുന്നത് എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാക്കുക? പ്രധാനമായും ക്ഷീണം, തളർച്ച, പിന്നെ ന്യൂറോളജിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഓർമ്മപ്പിശക്, നടക്കുമ്പോൾ വേച്ചു പോവുക, സംസാരത്തിന് കുഴച്ചിൽ വരിക. സോഡിയത്തിൻ്റെ അളവ് വളരെ താഴ്ന്നു പോയാൽ രോഗിക്ക് കോട്ടൽ അല്ലെങ്കിൽ സീഷർ ഉണ്ടാവാനുള്ള റിസ്ക് ഉണ്ട്. വീണ്ടും താഴ്ന്നു പോയി കഴിഞ്ഞാൽ 100-നോടൊക്കെ അടുത്തെത്തുമ്പോൾ രോഗി സ്വബോധം നഷ്ടപ്പെടുന്ന കോമ പോലെയുള്ള അവസ്ഥകളിലേക്കും നീങ്ങാം. വേറൊരു പ്രശ്നമുള്ളത്, ഓൾറെഡി ഓർമ്മപ്പിശകുള്ള ഒരു രോഗിയാണ് എങ്കിൽ അത് വഷളാകുന്നതിന് സോഡിയം താഴ്ന്നു പോകുന്നത് വഴിവെക്കും. അപസ്മാര രോഗിയായ ഒരാളാണ് എങ്കിൽ അവർക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും കോട്ടലുണ്ടാവുന്നതിന് സോഡിയം കുറയുന്നത് വഴിവെക്കും. നോർമലായിട്ടുള്ള സോഡിയത്തിൻ്റെ അളവ് എത്രയാണ്? സാധാരണഗതിയിൽ 135-നും 145-നും ഇടയ്ക്കാണ് നോർമലായിട്ടുള്ള സോഡിയം ലെവൽ ഉണ്ടാവുക. 135-ൻ്റെ താഴെ പോയാൽ ഹൈപ്പോനാട്രീമിയ, 145-ൻ്റെ മുകളിൽ പോയാൽ ഹൈപ്പർ നാട്രീമിയ. രണ്ടും കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളാണ്. ഒരു 130 വരെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ മൈൽഡ് ഹൈപ്പോനാട്രീമിയ എന്നും 120 വരെയാണെങ്കിൽ മോഡറേറ്റ് ഹൈപ്പോനാട്രീമിയ എന്നൊക്കെ പറയും. 130-നും 135-നും ഒക്കെ ഇടയ്ക്കാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല, രോഗികൾക്ക് അസ്വസ്ഥതകളും ഉണ്ടാവുകയില്ല. അതിലും താഴോട്ടേക്ക് പോകുമ്പോഴാണ് ക്ഷീണവും തളർച്ചയും വേച്ചു പോകലുമൊക്കെ കാണുക. അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ള ഒരു രോഗിയിൽ സോഡിയം കുറവാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ മറ്റ് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? സോഡിയം കുറവുള്ള രോഗികൾക്ക് മറ്റ് ലവണാംശങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കാൻ പൊട്ടാസ്യം, കാൽഷ്യം ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. പലപ്പോഴും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ രോഗികളിൽ സോഡിയം താഴാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ എന്ന് പറയുന്ന ടെസ്റ്റുകൾ അത്യാവശ്യമാണ്. ഷുഗറുള്ള രോഗികളിൽ ഷുഗർ ക്രമാതീതമായി 500-കളിലേക്കും 600-കളിലേക്കും ഒക്കെ പോയാൽ അതുകൊണ്ട് തന്നെ സോഡിയം താന്നേക്കാം. അതുകൊണ്ട് സോഡിയം ശരിയാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷുഗർ കൺട്രോളാക്കുക എന്നുള്ളതാണ്. ഇതുകൂടാതെ തൈറോയിഡ്, ശരീരത്തിലെ കോർട്ടിസോൾ, യൂറിനിലെ സോഡിയത്തിൻ്റെ അളവ് എന്നുള്ള ടെസ്റ്റുകളെല്ലാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യും. പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണോ സോഡിയം താഴ്ന്നു പോകുന്നത്? എന്താണ് സോഡിയം താഴ്ന്നു പോകുന്നതിൻ്റെ കാര്യം? സോഡിയം താഴ്ന്നു പോവുക എന്ന് പറയുന്നത് 2 തരത്തിലും ഉണ്ടാകാം. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒപ്പം സോഡിയം നഷ്ടപ്പെടാം. ഉദാഹരണത്തിന് ഛർദിൽ, വയറിളക്കം പോലെയുള്ള രോഗാവസ്ഥകളുള്ളവരിൽ സോഡിയം താഴ്ന്നു പോകാം. ചില ആൾക്കാർ വെള്ളം കൂടുതൽ കുടിക്കുന്നതുകൊണ്ട്, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് 6-7 ലിറ്ററൊക്കെ ഒരു ദിവസം കുടിച്ചിട്ട് വരുന്ന ചില പ്രായമുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ രക്തം വളരെ ഡൈല്യൂട്ടഡ് ആവും. അപ്പോൾ അവരുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുന്നത് കൊണ്ട്, സോഡിയത്തിൻ്റെ ഡൈല്യൂഷൻ വരുന്നത് കൊണ്ട് സോഡിയത്തിൻ്റെ അളവ് കുറയാം. അതുപോലെ തന്നെ ശരീരത്തിലെ ജലാംശം
ക്രമാതീതമായി കൂട്ടുന്ന ചില രോഗങ്ങൾ, ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഇവയിലൊക്കെ ശരീരത്തിന് നീർക്കെട്ടും അതിൻ്റെ ഒപ്പം സോഡിയം കുറയുകയും ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് മരുന്നുകൾ. പ്രഷറൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു വിഭാഗം മരുന്നുകളാണ് ഡയൂററ്റിക്സ്. ലാസിക്സ്, ടോർസിമൈഡ്, ആൽഡാക്ടോൺ എന്നൊക്കെ പറഞ്ഞുള്ള ചില മരുന്നുകൾ എടുക്കുന്ന രോഗികൾക്ക് ആ മരുന്ന് കാരണം സോഡിയം താന്നു പോകാം. പലപ്പോഴും കാല് നീരൊക്കെയുള്ള പ്രഷർ രോഗികൾക്കൊക്കെ നമ്മൾ ഈ ഡയൂററ്റിക് വിഭാഗം മരുന്നുകൾ ഉപയോഗിക്കും. സോഡിയം താന്നു പോകുന്ന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മരുന്നുകൾ കൊടുക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന മരുന്നാണോ സോഡിയം താന്നു പോകുന്നതിൻ്റെ കാരണം എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട്. സോഡിയം താന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചികിത്സ എങ്ങനെയാണ്? ചികിത്സ കാരണത്തിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ വെള്ളം വെറുതെ ഒരു 7-8 ലിറ്റർ ഒരു ദിവസം കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കണം. കിഡ്നി, ലിവർ ഇങ്ങനെയുള്ള ഫെയിലിയർ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം കൂടുതലാണെങ്കിൽ വാട്ടർ ഇൻടേക്ക് കുറയ്ക്കണം. നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ ശരീരത്തിൽ നിന്ന് സോഡിയം അടിച്ച് കളയുന്നവയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മരുന്ന് നിർത്തണം. തൈറോയിഡ് പോലെയുള്ള രോഗങ്ങൾ ചികിത്സിക്കപ്പെടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈപ്പോനാട്രീമിയ ഉണ്ടാക്കാം. അപ്പോൾ തൈറോയിഡിൻ്റെ പരിശോധന നടത്തുകയും ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കുകയും വേണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം അസുഖങ്ങളുണ്ട്. അവയെ SIADH എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വെള്ളം കളയാതിരിക്കുന്നതിന് വേണ്ടി ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്നതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നതുകൊണ്ട് പലപ്പോഴും ശരീരത്തിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, 2 തലയിടിച്ച് അപകടം ഉണ്ടാകുന്ന രോഗികളിൽ, ഡിമെൻഷ്യ പോലെ ഓർമ്മപ്പശവുള്ള രോഗികളിലൊക്കെ ഈ SIADH ഉണ്ടാവുകയും സോഡിയം അടിക്കടി താന്നു പോവുകയും ചെയ്യും. ഇവർക്ക് മൂത്രത്തിൽ സോഡിയം നഷ്ടപ്പെടുന്നതാണ് അതിൻ്റെ കാരണം. സോഡിയം താന്നുപോയി സിവിയറായി വളരെ ലോ ലെവലിൽ താന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ അഡ്മിറ്റ് ആക്കുകയും സോഡിയത്തിൻ്റെ ഡ്രിപ്പുകളൊക്കെ ഇടുകയും ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് കറക്റ്റ് ചെയ്താൽ രോഗിയുടെ ഓർമ്മ, സ്വബോധമൊക്കെ ഡാമേജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സോഡിയത്തിൻ്റെ ചികിത്സ തന്നെ. ഒരു രോഗിക്ക് ഏറ്റവും കൂടിപ്പോയാൽ ഒരു ദിവസം 10 വരെയൊക്കെ സോഡിയത്തിൻ്റെ അളവ് നമ്മൾ ചികിത്സ കൊണ്ട് കൂട്ടാൻ പാടും. വളരെ പെട്ടെന്ന് പൊങ്ങിപ്പോവുകയാണെങ്കിൽ ചികിത്സ തന്നെ രോഗിക്ക് ദോഷം ചെയ്യും. വർഷങ്ങളായി നിലനിൽക്കുന്ന ഹൈപ്പോനാട്രീമിയ, എന്നാൽ ക്രോണിക് ഹൈപ്പോനാട്രീമിയയിലാണ് ഇതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. വർഷങ്ങളായി സോഡിയം താന്നിരിക്കുന്ന രോഗികളിൽ പതിയെ മാത്രമേ ഉള്ളൂ നമ്മളത് പൊക്കിയെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഹൈപ്പോനാട്രീമിയ അത് എന്തുകൊണ്ടുണ്ടാവുന്നു, എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നതിനെപ്പറ്റി കുറച്ചൊക്കെ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.